ഒരു ഓർഡർ ബ്ലോക്ക് എങ്ങനെയാ വാലിഡ് ആവുക? അതിനു മുന്നേ എന്താണ് ഒരു ഓർഡർ ബ്ലോക്ക്? ഒരു സ്വിംഗ് ലോയിലോ ഹൈയിലോ ഉള്ള ലാസ്റ്റ് ക്യാൻഡലിനെയാണ് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് കണക്കൂട്ടുക. പലരും ഇതിനെ പല ടേംസിലാണ് പറയുന്നത്. ഞാൻ എന്റെ ടേംസിൽ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണ്. ദെൻ ഈ ഓർഡർ ബ്ലോക്ക് എങ്ങനെ ഒരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം? ഒരു ഓർഡർ ബ്ലോക്ക് വാലിഡ് ആവാനുള്ള ക്രൈറ്റീരിയ ഇത്രേ ഉള്ളൂ. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞിരിക്കണം. ആഫ്റ്റർ ഓർഡർ ബ്ലോക്ക് ഒരു FVG അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇവിടെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിലത്തെ ബൈസൈഡ് ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ ആ സ്വീപ്പ് ചെയ്ത ആ ഒരു ക്യാൻഡിൽ ഇല്ലേ, അവിടെ നിന്നൊരു റിയാക്ഷൻ തന്നിട്ട് താഴോട്ട്, ആ ലാസ്റ്റ് ക്യാൻഡിലിനെയാണ് നമ്മളൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതൊരു ഓർഡർ ബ്ലോക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്രൈറ്റീരിയ ആയിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞു. ദെൻ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താ? ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യണം. ആ ലാസ്റ്റ് ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം താഴോട്ട് ഒരു ബിഗ് മൂവ് കാണിച്ചില്ലേ, അവിടെ ഒരു FVG ഇല്ലേ, അവിടെ ഒരു ഇംബാലൻസ് ഇല്ലേ. ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ മാർക്കറ്റ് കാണിച്ചാൽ അതൊരു വാലിഡ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് പ്രൈസ് എന്താ ചെയ്തിരിക്കുന്നത്? ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു, താഴോട്ട് ഇംബാലൻസോട് കൂടി വന്നു. ദെൻ ആ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് പോയി ഓർഡേഴ്സ് ഫിൽ ചെയ്തതിന് ശേഷം പിന്നെ മാർക്കറ്റ് ഡൗണിലോട്ട് സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി താഴോട്ട് വന്നു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ആണ്. സോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. സോ ഫോളോ ഫോർ മോർ യൂസ്ഫുൾ വീഡിയോസ്.